കരീബിയൻ മലയാളിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമായിട്ടൊരു ഷിപ്പിൽ കയറുന്നതിൻ്റെ സന്തോഷവും പിന്നെ ചെറിയൊരു ടെൻഷനും ഉണ്ട്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ലോഗോസ് ഹോപ്പ് എന്ന് പറഞ്ഞ ഷിപ്പിൻ്റെ അകത്ത് നിറച്ചും ബുക്കുകളാണ്. ഇത് ഇവർ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ന് കുടുംബം അടച്ചാണ് ടൂറിന് ഇറങ്ങിയിരിക്കുന്നത്. നോർമോളും മമ്മിയും എൻ്റെ കൂടെയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് പുസ്തകശാലയാണ് ഈ ലോഗോ ഹോപ്പ് എന്ന് പറയുന്ന ഷിപ്പ്. ഇതിൻ്റെ അകത്തെ എൻട്രി ഫീസ് കുട്ടികൾക്ക് ഫ്രീ ആണ്, മുതിർന്നവർക്ക് $1 ഉള്ളൂ. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു ഇൻട്രോ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറാം. നോർമോളും മമ്മിയുടെ കൈയും പിടിച്ച് ആദ്യമേ കയറിപ്പോയേ, കാരണം ഇത് മുഴുവനും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്ന പാടെ കുട്ടികളുടെ ബുക്കുകളാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡായി. കാരണം ആണല്ലോ ഇതിലേതെടുക്കണമെന്നാണ് ഒരു ഐഡിയ ഇല്ലാത്തത്. നോർമോളോട് ഞങ്ങൾ വീട്ടിൽ നിന്നേ പറഞ്ഞു 2 ബുക്കേ വാങ്ങിച്ചു തരത്തുള്ളൂ, കൂടുതലൊന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ വാക്ക് ഞങ്ങൾ മാറ്റേണ്ട വന്നു. കാരണം ഒത്തിരി ബുക്ക്, ഏത് നോക്കിയാലും അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള ബുക്കുകളായിട്ടാണ് തോന്നുന്നത്. ഒത്തിരി ടൈപ്പ് സ്റ്റോറി ബുക്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് ബുക്സുകൾ, പിന്നെ ഈ ഫ്ലാഗിൻ്റെ ബുക്കുകൾ, പിന്നെ ചെറിയ ചെറിയ റിതം, പിന്നെ ചെറിയ ഡിക്ഷണറി. അതാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയേ. കുഞ്ഞു പിള്ളേർക്കുള്ള ചെറിയ ചെറിയ ഡിക്ഷണറികളൊക്കെ അവൈലബിൾ ആണ്. ഈ ബുക്സിനൊന്നും ഒത്തിരി വിലയൊന്നുമില്ല, നല്ല അഫോർഡബിൾ ആണ്. ഇവിടെ യൂണിറ്റിലാണ് ബുക്കുകളൊക്കെ വെക്കുന്നത്. 25 യൂണിറ്റ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 25 യൂണിറ്റിന്റെ ബുക്കിന് $1, 50 യൂണിറ്റിന്റെ ബുക്കിന് $2, 75 യൂണിറ്റിന്റെ ബുക്കിന് $3, 100 യൂണിറ്റിന്റെ ബുക്കിന് $4. പിന്നെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ ബുക്കുകളൊക്കെ ഒരു 100 യൂണിറ്റിന്റെ അകത്ത് വരുന്നതേ ഉള്ളൂ. മമ്മിയും നോർമോളും കൂടി അത്യാവശ്യം ഒത്തിരി ബുക്കുകൾ എടുത്ത് വീണ്ടും ആലോചിക്കും ഇനി ഏത് ബുക്ക് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഇത്രയും ബുക്കുകളൊക്കെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നത്. എനിക്ക് ഷിപ്പിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചെറിയ സീസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിർത്തിയിട്ട ഷിപ്പിൽ കയറിയാലും ചിലവർക്ക് സീസിക്ക് ഉണ്ടാവുമെന്ന്. ഇത് നിർത്തിയിട്ട ഷിപ്പ് ആയതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങിയത്. ഈ ഷിപ്പ് ഉണ്ടല്ലോ ക്രിസ്ത്യൻ ചാരിറ്റബിളിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെ ഓരോ രാജ്യത്തൂടെ സഞ്ചരിക്കുന്നത്. ബുക്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നോറ ഇതിൻ്റെയൊക്കെ അകത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. ഇതും യൂണിറ്റിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നോറമോളുടെ കണ്ണിൽ എന്തോ ഒരു സാധനം കിട്ടി കളിക്കുന്നത്. അതും പിന്നെ എടുത്ത് ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. അവിടെ ഇച്ചിരി നേരം ക്യൂ നിൽക്കേണ്ട വന്നു. ആ സമയം കൊണ്ട് നോറമോൾ വേറെ 2 സാധനങ്ങളും കൂടി എടുത്തു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ബില്ല് ചെയ്തു. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എല്ലാം അട്രാക്റ്റീവായിട്ടാണ്. അതുകൊണ്ട് അവർ ഓരോ സമയത്തും പെറുക്കി എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു കൗതുകം തോന്നിയത്. ഇവർ കണ്ടോ കാർഡ്ബോർഡിൽ 3D പിക്ചേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഓരോരോ സ്റ്റോറീസാണ്. ഇതൊക്കെ കണ്ടപ്പോൾ നോർമൽ വരുന്ന മട്ടൊന്നുമില്ല. അവൾ ഓരോ സ്റ്റോറീസൊക്കെ അവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ലിസൺ ചെയ്ത് സമയം പോയതേ അറിഞ്ഞില്ല. ചെറുതും വലുതുമായിട്ട് ഞങ്ങൾ ഒരു 10-12 ബുക്സ് ഒക്കെ എടുത്തു. ആകെ $15 ആയിട്ടുള്ളൂ. നമ്മൾ നാട്ടിലെ പൈസ പറഞ്ഞാൽ 1200-1300 രൂപയുടെ അടുത്തായി. ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇതായിരിക്കുന്നു കിഡ്സ് സ്റ്റേഷന്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി അവർ ഒരു 2-3 ബോക്സ് നിറച്ചും ക്രയോണ്, കുറേ ഡ്രോയിങ് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ചെയറും ടേബിളും അവർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളത്. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഇന്റർനാഷണൽ കഫേ ഉണ്ട്. ചെറിയ സ്നാക്സും കോഫിയും ടീയും ഐസ്ക്രീംസും അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ടൂർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ $5 കൊടുത്ത് ഞങ്ങൾ ടൂറും കൂടി എടുത്തു. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് 2nd ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് കടൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. ഇപ്പം എൻ്റെ സിക്നസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡിൽ ഒരുപാട് പ്ലേ കാർഡ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലോ എല്ലാ ദിവസവും ഇവർ നടത്തുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഷോസിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റാണ്. മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസോ ഷോസോ ഒക്കെ ഇവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ക്യാപ്റ്റൻ ക്യാബിനിലെത്തി. അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ ഒന്നും തൊടരുത്, പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാം. റിസ്ട്രിക്ഷൻസ് ഏരിയാസ് ഉണ്ട്, അവിടെ നമ്മൾ ഫോൺ അലൗഡ് അല്ല എന്ന്. നോറ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡിനോട് കരഞ്ഞ് ബഹളം വെച്ച് ക്യാപ്പൊക്കെ വാങ്ങിച്ച് അതും തലയിൽ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതാ അടക്കുന്നു അടുത്ത സംഭവം. അവൾ ഗ്ലാസ്സിൽ കൂടെ നോക്കി പറയുന്നത് ഷാർക്ക് വരുന്നുണ്ട്, എല്ലാവരും ഇവിടെ നിന്ന് ഓടിക്കോളാനാണ്. ഷോപ്പിങ്ങും ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഉച്ചയോടുകൂടി വന്നതാണ്, പക്ഷെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നേരം സന്ധ്യയായി. കരീബിയൻസിലെ കടലിന് 2 നിറമുണ്ട്. ഒന്ന് പച്ച കലർന്ന നീല നിറവും പിന്നെ ഡാർക്ക് നീല കളറുവേ.
അങ്ങനെ നോക്കുമ്പോൾ ഇതാ സൺസെറ്റ് ഒക്കെ അവിടെ ആയി തുടങ്ങി. സൺസെറ്റും ഷിപ്പും കൂടെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് സെന്റ് ലൂഷ്യയിലെ വി ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്നത് സൂഫ്രയിലാണ്. അങ്ങോട്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. കരീബിയൻസിലെ വേറൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. Hello, hello, hello.